വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. ഈ സൺസ്ക്രീനിനെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായമാണ്, അല്ലാതെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അണ്ടർ റൈറ്ററിൻ്റെ ജെൽ സൺസ്ക്രീനാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ്, ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിൽ മേടിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും എനിക്ക് നന്നായി. സെക്കൻഡ് ബോട്ടിൽ നമ്മൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. നമ്മൾ സെക്കൻഡ് പ്രൊഡക്റ്റ് നമ്മൾ അതിൻ്റെ റീപർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ആ പ്രൊഡക്റ്റ്. സെയിം തന്നെയാണ് കേട്ടോ. ഈ യൂസ് ചെയ്ത് ഇങ്ങനെ ആയപ്പോൾ പുതിയതായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളോട് പോവാം. ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ ജനലിൻ്റെ അവിടെ ഇരിക്കണം. കാരണം എനിക്ക് ഒരു പ്രാവശ്യം പറയുന്നു, റിംഗ് ലൈറ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ പ്ലഗ് കുത്തുന്ന ആ സ്പേസ് ഇവിടെ ഇല്ല. എൻ്റെ അപ്പുറത്തെ റൂമിലാണ്. അപ്പം അവിടെ പോയി ഇരിക്കുമ്പോൾ എനിക്ക് ചൂട്. പിന്നെ ഫാനിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചൂടെടുക്കണതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശബ്ദം ഇച്ചിരി കൂട്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കുള്ളൂ. പിന്നെ എന്താ ഈ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണമെന്ന് ചിലപ്പോൾ വിചാരിക്കാം. ഞാൻ ഒരു റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഒരുങ്ങിയതില്ല, നമുക്കൊരു പ്രൊഡക്റ്റ് റിവ്യൂ കൂടെ എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവർ നന്നായിട്ട് സെക്യൂർ ആയിട്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലോട്ട് എത്തുക. ഞാനിത് മേടിച്ചിട്ടുള്ളത് മീഷോന്നാണ്. ഇത് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉണ്ട്. പിന്നെ പർപ്പിളുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം കേട്ടോ. ഇത് പാക്കേജും കാര്യങ്ങളൊക്കെ നല്ല പാക്കേജ് കേട്ടോ. ഒരു മിനിമൽ പാക്കേജ് എന്ന് വേണ്ടി പറയാം. റേറ്റ് വന്നിട്ട് 349 രൂപയാണ്. എനിക്ക് ഓഫറിൽ 170-60 രൂപയ്ക്കാണ് കിട്ടിയത്. വ്യക്തമായിട്ട് കണ്ടോളൂ, കണ്ടില്ല എന്ന് പറയരുത്. ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതാണ്. സെയിം തന്നെയാണ്, രണ്ടിലും ഒരേപോലെ തന്നെയാണ് അവർ എഴുതിയിട്ടൊക്കെ ഉള്ളത്. ഇതിൽ സംഭവമുണ്ട്, ഇതിൽ സംഭവമില്ല. അതുകൊണ്ട് ഇത് പരന്നിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്, സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത്. ഒന്ന് കൂട്ടി ഒന്ന് കുറച്ചൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് ആ പ്രൊഡക്റ്റ് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രൊമോഷനോ കൊളാബോ ഒന്നും തന്നെയല്ല. ഓക്കെ, അതാദ്യം പറയാം. പിന്നെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യും, അത് ഈ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നതിന് കുറച്ച് ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാലേ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിന് യോജിച്ചതാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടോ, എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. വായിച്ച് നോക്കാതെ മേടിച്ചിട്ട് ആ പ്രൊഡക്റ്റിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ, അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിൻ വർക്ക് ചെയ്യുക, അല്ല എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ണിൻ്റെ ചുറ്റും യൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ റാഷസ് വരാൻ ചാൻസ് ഉണ്ടെന്നും കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരിതെല്ലാം പറഞ്ഞിട്ട് നമ്മളിത് കാണാത്ത പോലെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, പിന്നെ ഇതിൽ ഗ്ലിസറിനും അലോവേര ജെല്ലുമാണ് ഇവരെ എടുത്ത് പറയുന്നത്. ബാക്കിയൊക്കെ ഒരുപാട് എന്തൊക്കെയോ വലിയ പേരാണ്, എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. അത് ഞാൻ പറഞ്ഞത് എൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആവുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അക്വ എന്നൊക്കെ പറയുന്നുണ്ട്. സ്മെല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, കുത്തുന്ന സ്മെല്ല, ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പ്രോഡക്റ്റ് നമ്മളിങ്ങനെ തുറന്ന് വെക്കരുത്. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഗ്യാസും കാര്യങ്ങളൊക്കെ പോയാൽ
ആ പ്രൊഡക്റ്റ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൊഡക്റ്റിൻ്റെ മണവും കാര്യങ്ങളൊക്കെ പോയാൽ നമുക്ക് ആ യൂസ് ചെയ്തിട്ട് ഒരു ഉപയോഗമല്ല. നമുക്ക് ഇതെങ്ങനെയാണ് ഇത് ഇതിലൂടെ ഇല്ല, എന്നാലും എനിക്ക് പുതിയതെടുക്കാനൊരു മടി. എടുക്കുന്നുണ്ട്. എൻ്റെ സ്കിൻ ഇവിടുന്ന് കാണിച്ചു തരട്ടോ. വൈറ്റ് കാസ്റ്റ് ഉണ്ടോ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാം. എനിക്കിത് നല്ല പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. വൈറ്റ് കാസ്റ്റ് ഉള്ള പ്രൊഡക്റ്റൊന്നും യൂസ് ചെയ്തിട്ട് യാതൊരുവിധ കാര്യവുമല്ല. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ അല്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളിത് ഈ ഒരു പ്രൊഡക്റ്റ് ഒറ്റ വട്ടം വാങ്ങിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിക്കും. ഞാൻ മാമാത്തിൻ്റെ പ്രൊഡക്റ്റൊക്കെ മേടിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് എൻ്റെ സ്കിന്ന് സ്യൂട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതന്നെ മേടിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര റേറ്റാണ്. ഒരു മാസം നമുക്കൊരു 300-400 രൂപ പോകും. ഇതിനങ്ങനെയാണ് 349-400 തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് 2 മാസത്തോളം നിൽക്കുന്നുണ്ടത്. അപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 2 മാസത്തിന് 349 രൂപ വലിയ ഏറെയൊന്നുമല്ല. പിന്നെ മേടിക്കുമ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ ചിലപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ നോക്കിയാലും ചിലപ്പം ഡേറ്റോ കാര്യങ്ങളോ കാണില്ല. ഇവിടെ ആയിരിക്കും ഡേറ്റ്. ഓക്കെ, ഇവിടെ ആയിരിക്കും ഡേറ്റ്. ഇവിടെ ആയിരിക്കും ഇതിൻ്റെ റേറ്റ്. ബാക്കിൽ റേറ്റും ഡേറ്റും ഫ്രണ്ടിലേക്ക്. പിന്നെ 50 ഗ്രാമിന് 349 രൂപ. ഓഫറിലൊക്കെ മേടിക്കുകയാണെങ്കിൽ 200 താഴത്തായിട്ട് നിങ്ങൾക്ക് കിട്ടും. അണ്ടർ റൈറ്റഡ് എന്നാണ് ഇതിൻ്റെ പേര്. തല കുത്തിനെനിക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. തല കുത്തനായിട്ടാണോ കാണുന്നത്? അണ്ടർ റൈറ്റഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിലോ. ഒരുപാട് ഫേമസ് യൂട്യൂബേഴ്സൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഞാനും കൂടി ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എങ്ങനെയാണ് എനിക്ക് വർക്കായിട്ടുള്ളതെന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്തു. അതുകൊണ്ട് എടുക്കുന്നതാണ് ഈ വീഡിയോ. പിന്നെ SPF 50 PA 4+ അല്ലെങ്കിൽ 3+ ഇത് വേണം. എന്നാലും നമുക്കിത് പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ SPF 50 വേണം. ഒരുപാട് പേര് 30 താഴെ, ചിലരൊക്കെ ഫസ്റ്റ് ടൈം ഈ ഒരു SPF എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. ഈ ഒരു സൺസ്ക്രീൻ മേടിക്കുന്നത് പലരും പറ്റിക്കപ്പെടുന്നുണ്ട്. 50 മേടിക്കാതെ ചിലപ്പോൾ 30 ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ഇത് പുറത്തേക്കിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ഭയങ്കര പാവല്ലേ അങ്ങനെ പുറത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാം, അതിനിപ്പോൾ എന്താ കുഴപ്പം, SPF ആയപ്പോലെ എന്നുള്ളതാണെങ്കിൽ അങ്ങനെയല്ല. നമുക്കിപ്പം നമ്മൾ കൊടുക്കുന്ന കാശിന് നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റട്ടെ. ഞാൻ അങ്ങനെയുള്ളൊരു ചിന്താഗതിയുള്ള ആളാണ്. പിന്നെ SPF 30 എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ വേണം. വീട്ടിൽ സൺസ്ക്രീനൊക്കെ ഇട്ടിരിക്കണം. ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ എനിക്കും ഒരു പേടിയുണ്ട്. ഭയങ്കര വെയിലല്ലേ, വെയിലാകുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അപ്പം ഈ ഒരു UV റേസിൻ്റെ ഈ ഒരു എന്താ പറയുക വയലറ്റ് രശ്മികൾ അത് വന്നാൽ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ടാനും കാര്യങ്ങളൊക്കെ അടിക്കും. പിന്നെ റോഡ് സൈഡിലായതുകൊണ്ട് വാഹനങ്ങൾ പോകുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത് യൂസ് ചെയ്യാൻ ഇവരിത് പറയുന്നത് ഒരു ജെന്റൽ എമൗണ്ട് എടുക്കുക. പിന്നെ ഇത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലിയർ സ്കിന്നിലായിരിക്കണം, ക്ലിയർ ഫേസിലായിരിക്കണം. നെക്കിലും അപ്ലൈ ചെയ്യണം, എന്നാൽ ഫേസിലും അപ്ലൈ ചെയ്യണം. ഒരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ, അരമണിക്കൂർ വരെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീഅപ്ലൈ ചെയ്യണം എന്ന് കൂടി പറയുന്നുണ്ട്. അത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ
പക്ഷെ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എമൗണ്ട് എടുക്കും. ഒരു ഇത്ര എമൗണ്ട് എടുത്താൽ യൂസ് ചെയ്ത് ഞാൻ വൈകുന്നേരം വരെ ഞാൻ നിൽക്കാറുണ്ട്. എനിക്ക് വലിയ പ്രശ്നം വന്നിട്ടില്ല. പിന്നെ സൺസ്ക്രീൻ മാത്രമായിട്ട് യൂസ് ചെയ്യരുത്. മോയ്സ്ചറൈസറിന് ശേഷം മാത്രമേ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ യൂസ് ചെയ്തിട്ട് യാതൊരുവിധ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനെ പറ്റി എന്താ പറയുക, ഗുഡ് പാക്കേജിങ് ആണ്. ഇങ്ങനെ ആദ്യം പറഞ്ഞോ, അലോവേരയും ഗ്ലിസറിനും ആണ് ഇതിൽ കൂടുതലായിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, നമ്മളെ രാജ്യം തന്നെയാണ്. പിന്നെ എനിക്കിത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. നമ്മുടെ സ്കിന്നിൽ ഇട്ടു എന്നൊന്നും അറിയില്ല. ഭയങ്കരമായിട്ട് എന്താ ഒരു നമ്മളിപ്പം ഈ പോൺസിൻ്റെ ഒരു ഹൈലൂറോണിക് ജെൽ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലെയാണ്. പെട്ടെന്ന് നമ്മൾ ഇട്ടതേ അറിയുള്ളൂ, അപ്പത്തിനത് സ്കിന്നിലോട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ടാകും. ഇത് ഇട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ്. ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിത് ഇട്ടാൽ അങ്ങനെ വിയർക്കുന്ന പോലെ ഒന്നും തോന്നില്ല. ഭയങ്കര കൂളിങ്ങാണ് നമ്മുടെ സ്കിൻ. പുറത്തേക്ക് വെയിലത്തേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പ്, നമ്മുടെ കൈകാലങ്ങളിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും നമ്മുടെ ഫേസിലോട്ടല്ല ആദ്യം നോക്കുക. അപ്പം മുഖം നന്നായിട്ടില്ലെങ്കിൽ അത് പറ്റില്ലല്ലോ. എല്ലാവരും ഈ പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഓയിലി സ്കിന്നിന് ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യും. ഡ്രൈ സ്കിന്നിന് ഇത് യൂസ് ചെയ്തിട്ടൊരു കാര്യമില്ല. കാരണം സ്കിന്നിലോട്ട് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവാൻ ചിലപ്പോൾ. ഇത് ഓയിലി സ്കിന്നെ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നിന് ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും പറ്റും. കാരണം ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, കാരണം നമ്മുടെ എയറിലാവും. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുക. ഡോക്ടർ ഡിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ യൂസ് ചെയ്ത് ഞാൻ പറയുള്ളൂ. ബാക്കിയുള്ള സ്കിൻ കെയർ എന്താ അങ്ങനെയും ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ സ്കിൻ ഏതെന്ന് നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്കിന്നൊന്നും വലിയ പ്രശ്നം വരില്ല. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഒന്നും തുടങ്ങിയാൽ പോലും അവിടെ ചുമന്നങ്ങ് വരും. ചിലപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആകുമ്പോൾ ഇതിലൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ കുരുക്കളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് വലിയ വണ്ടി വലിക്ക് നിൽക്കണ്ട. നമ്മുടെ സ്കിന്നിന് വേണ്ട അത് മാത്രമേ യൂസ് ചെയ്യാം. ലെങ്തി വീഡിയോ ഉണ്ട്, ഞാനിതൊക്കെ പറഞ്ഞു എപ്പം തീരുന്നു എനിക്ക് അറിഞ്ഞില്ല. ആൾമോസ്റ്റ് ഇതൊരു കിടിലൻ പ്രൊഡക്റ്റാണ്. കഴിഞ്ഞ സ്ലിപ്പായി പോയി. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത്രയ്ക്ക് എനിക്ക് അറിയുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് വല്ലാണ്ട് അങ്ങനെ വ്ളോഗിങ് ചെയ്യണമെന്നും അറിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുള്ളൂ. വരാൻ കണ്ട സമയം. ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിന്നിന് ഇത് നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ ഇതൊരു സ്കിൻ കെയറിൽ ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇനി ഒന്നും പറയാനില്ലാന്ന് തോന്നുന്നു. ഇനി പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യും. ബൈ.